എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാടൻ ഊണിൻ്റെ കുറച്ച് വിഭവങ്ങളുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈലിലുള്ള കുറച്ച് കറികളാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ലഞ്ച് മെനുവിൻ്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളൊരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബീഫ് കറിയോടുകൂടിയിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് കറി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. നമ്മളിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ആദ്യം തന്നെ നമ്മൾ ബീഫ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് മസാല തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകോ ഒക്കെ ചേർക്കാവുന്നതാണ്. നമ്മളെപ്പോഴും പ്രഷർ കുക്കറിൽ എന്തെങ്കിലും വേവിക്കുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കറിവേപ്പില വന്നിട്ട് അടഞ്ഞിട്ട് പ്രഷർ നിന്നിട്ട് കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടത്തെ വീഡിയോയിലൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കമൻസ് കിട്ടി അങ്ങനെ ചെയ്യരുതെന്നുള്ളത്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ഒരു 5-6 വിസിൽ വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിവിടെ ഫ്രോസണായിട്ട് വാങ്ങിക്കാൻ കിട്ടിയ തേങ്ങാക്കൊത്താണ്. ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലി, പച്ചമല്ലിയാണ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഒന്ന് വറുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ കൂടെ ഇട്ട് ചതച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ചേർക്കണം എന്നില്ല. പിന്നെ നമ്മൾ ഒരു 2 വലിയ സവാള നീളത്തിലരിഞ്ഞതും 3 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ബീഫ് കറിയുടെ 2 ടൈപ്പിലുള്ള റെസിപ്പികൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിശദമായിട്ട് കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 ടീസ്പൂൺ മതി. നമ്മൾ മല്ലിപ്പൊടി സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ചേർക്കുന്നില്ല. ഗരം മസാല നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു നന്നായിട്ട് പഴുത്ത തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു. അടച്ച് വെച്ച് നമുക്ക് തക്കാളി വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും അതിലേക്ക് ചേർക്കാം. പ്രഷർ കുക്കറിൽ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കണമെന്നില്ല. ബീഫിൽ നന്നായിട്ട് വെള്ളമുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളൊരു 4-5 വിസിലാണ് ബീഫ് വേവിച്ചിട്ടുള്ളത്. ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും. ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഗരം മസാല ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒഴിച്ചുകറിയാണ്. ചെറുപയറും മത്തങ്ങയും കൂടി ചേർന്നിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്തു. വളരെ കുറച്ച് ഉള്ളി ചേർക്കാം, ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല. പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മത്തങ്ങയാണ്. അത് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ 1 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. വേവിക്കാൻ നേരത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നത് നല്ലതാണ്. എരിശ്ശേരിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. ഇത് ഒരു 4-5 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കണം. ഒരു 1/4 മുറി തേങ്ങ ചിരക്കി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ 1 അല്ലി വെളുത്തുള്ളി. ചെറിയ ഉള്ളി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് സവാളയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാടങ്ങ് മഷി പോലെ അരയ്ക്കേണ്ട, കുറച്ചൊരു തരികളോട് കൂടിയിട്ട് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയറും മത്തങ്ങയും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. മത്തങ്ങ ഒരുപാടിട്ടങ്ങ് ഉടയ്ക്കണം എന്നില്ല, ചെറുപയർ ഒന്ന് ഉടച്ചെടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നിങ്ങൾക്ക് ചേർക്കാതിരിക്കുകയോ ചെയ്യാം. കുഴമ്പ് പരുവത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. കുറച്ചുകൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടെ ചേർക്കാം. ഇത് ഇരിക്കുന്നതോറും കുറച്ചൊന്ന് കട്ടിയായിട്ട് വരുന്നൊരു കറിയാണ്. ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഒന്ന് കൈവച്ചിട്ടൊന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിള വരണം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കടുക് താളിച്ചിടാം. വെളിച്ചെണ്ണയിലേക്ക് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ
അത് ചേർക്കാം. നമ്മളിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 വറ്റൽമുളകും പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മളിവിടെ ഡെസിക്കേറ്റഡ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുത്താലും മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ തേങ്ങയും കൂടെ വറുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാരണ എരിശ്ശേരിയൊക്കെ ചെയ്യുന്ന പോലെ. ചെറുപയറിന് പകരം നിങ്ങൾക്ക് വൻപയർ വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളൊരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കൂർക്ക മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ ഈ കൂർക്ക നമുക്കിവിടെ ഫ്രോസണായിട്ട് ക്ലീൻ ആക്കിയിട്ട് വാങ്ങിക്കാൻ കിട്ടിയതാണ്. അപ്പോൾ ആദ്യം തന്നെ കൂർക്കയിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 കപ്പ് വെള്ളം കൂടെ വെച്ചിട്ട് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് മെഴുക്ക് വരട്ടി ആക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് 3 അല്ലി വലിയ അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും ചതച്ച് ചേർക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ഓൾറെഡി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂർക്ക വേവിച്ചപ്പോൾ ചേർത്താണ്. ഒരു സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി സവാള ഒരുപാടങ്ങ് മൂത്തൊന്നും വരണ്ട. അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കൂർക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചിരിക്കുന്ന കാരണം അതിലേക്ക് നന്നായിട്ട് ഇതൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റാണ്. ഇനി കൂർക്ക നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് റെസിപ്പികളും കൂടിയിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ് നമ്മളിന്ന് കണ്ടത്. നമ്മൾ മിക്കവാറും വെജിറ്റേറിയൻ ടൈപ്പിലുള്ള ലഞ്ച് മെനു കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട്. നോൺ വെജ് രീതിയിലുള്ളത് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണിത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മട്ടയരിയാണ്, വടി മട്ടയാണ്, പാലക്കാടൻ മട്ട. വളരെ സിമ്പിളായിട്ട് നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ലഞ്ച് മെനു ആണ് നമ്മളിന്ന് കണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ട്, പിന്നെ പപ്പടവും, പിന്നെ നമ്മൾ ആ എരിശ്ശേരിയുടെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ലഞ്ച് മെനു ആണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഈ മത്തങ്ങ ചെറുപയർ പപ്പടം നെയ്യും കൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ പഴയ ലഞ്ച് മെനു വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. കൂടുതൽ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്